Good evening, students. We will discuss in video Ampere's circuital law on discuss the magnetostatic field in the curl in the expression derived. That is a straight line current in the expression of magnetostatic field in the curl in the expression. That is Ampere's law in the differential form and integral form derived. In this video, we will discuss a general situation, straight line current മാത്രമല്ല ഏത് രീതിയിലുള്ള current distribution ആയാലും generally ഒരു 3-dimensional current distribution നിങ്ങൾ imagine ചെയ്യുമ്പോൾ ആ current distribution നിന്ന് ഒരു generate ചെയ്യപ്പെടുന്ന magnetic fieldന്റെ divergence ഉം curl ഉം ഒരു particular point ൽ express ചെയ്യാനുള്ള ശ്രമമാണ് നമ്മളോട് ചെയ്യുന്നത്. That means we are going to derive the divergence and curl of the magnetostatic field from Biot-Savart law, and we will get a result like this, that the divergence of electric field is 0 and the curl of magnetostatic field is mu naught times the volume current density. ഇതാണ് നമ്മളുടെ ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ടോപ്പിക്കിന്റെ ഹെഡിങ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം: ഡൈവർജൻസ് and curl of magnetic field from Biot-Savart law. So in this case, let us imagine a region like this having volume current density J, and you imagine a point P and that point in the position vector R നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഒറിജിൻ ഇമാജിൻ ചെയ്തു എന്ന് വിചാരിച്ചോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറിജിൻ ഇമാജിൻ ചെയ്തു. ആ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്ന പൊസിഷൻ വെക്റ്ററാണ് വെക്റ്റർ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? നമ്മൾ സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾക്ക് ഒരു small volume element d-tau prime represent ചെയ്യാം. d-tau prime ഇതാണ് സോഴ്സ്, അതായത് കറണ്ട് ഉണ്ടാക്കുന്ന റീജിയൻ, കറണ്ടിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ റീജിയനെ നമ്മൾ ഒരു പ്രൈംഡ് ഇൻഡെക്സുകൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഈ പോയിന്റിൽ നമുക്ക് അതിൻ്റെ പൊസിഷനെ എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്യാം. So that volume element d-tau prime is actually dx prime into dy prime into dz prime, and the current density J is equal to J of vector r prime, or simply you can write it as J of x prime, y prime, z prime. So സോഴ്സിനെ നമ്മൾ ഒരു പ്രൈം വെച്ചിട്ടും ഈ പോയിന്റിനെ നമ്മൾ ഒരു അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടും നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു. സോ അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സോഴ്സ് ഒരു d-tau പ്രൈം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടേക്കുള്ള പൊസിഷൻ വെക്റ്ററിനെ വെക്റ്റർ ആർ പ്രൈം എന്നും ഈ പോയിന്റ് പി പോയിന്റ് ഓഫ് കൺസിഡറേഷൻ ഇതാണെങ്കിൽ ഇതിനെ വെക്റ്റർ ആർ എന്നും റെപ്രസെന്റ് ചെയ്യും. സോ ദിസ് പൊസിഷൻ ഈസ് റെപ്രസെന്റ് ബൈ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ്, ആൻഡ് ദിസ് പൊസിഷൻ ഈസ് റെപ്രസെന്റ് ബൈ ദ കോർഡിനേറ്റ് എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം. സോഴ്സ് കോർഡിനേറ്റ്സ് ആണ് ഇത്. നിങ്ങൾ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ ആണ്, ദ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ. So in similar manner here you can draw a vector from this point to this point. This is vector r prime, this is vector r,
and this is represented by this vector r. So vector r is vector r plus vector r prime is vector r. Triangular law of vector addition. Triangular law of vector addition പ്രകാരം നമുക്കിങ്ങനെ represent ചെയ്യാം. സോ ഇതിനെ നമ്മൾ വെക്റ്റർ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അതിനെ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് വെക്റ്റർ ആറിനെ നമ്മൾ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി എഴുതാം. വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ പ്രൈം. സോ vector r prime is x prime I plus y prime j plus z prime vector k. So vector r is equal to x minus x prime I plus y minus y prime j plus z minus z prime k. Clear? So ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിമെമ്പർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് വെക്റ്റർ ഈസ് വെക്റ്റർ ആർ ആൻഡ് വി വാണ്ട് ടു കാൽക്കുലേറ്റ് വെക്റ്റർ ബി at point P, that is vector B of vector R. R എന്ന് പറയുന്ന പൊസിഷനിൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജെ ഓഫ് ആർ പ്രൈം അല്ലെങ്കിൽ ജെ ഓഫ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം. ബി ഓഫ് വെക്റ്റർ ആർ ആണ്. ബി ഈസ് ആക്ച്വലി ദ ഫങ്ഷൻ ഓഫ് എക്സ് y z, and d2 prime is dx prime into dy prime into dz prime, and vector r is x minus x prime I plus y minus y prime j plus z minus z prime k. So idonnu orka. B is a function of R unprimed coordinates and the current density is a function of primed coordinates. എപ്പോഴും ഓർമ്മയുണ്ടാവണം ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന complete section the current density is a function of the source coordinate, the primed coordinates, and the magnetic field depends upon only on the unprimed coordinates, and the differential volume element d2 prime can be represented as dx prime into dy prime into dz prime, and this vector, the vector drawn from the d2 prime to the point P, can be represented like this. Okay, clear ആണെന്ന് വിശ്വസിക്കുന്നു. Then from Biot-Savart law, what is the magnetic field due to this surf volume current distribution? The current is distributed throughout the volume. So due to this current, here J is a function of x prime, y prime, z prime or r prime. And due to this current distribution, it will produce a magnetic field at the point P. So what is the magnetic field? From Biot-Savart law, volume current distribution നിങ്ങൾ expression പഠിച്ചിട്ടുണ്ട്. Linear current distribution through a line ആണെങ്കിലും surface ആണെങ്കിലും വോള്യൂം ആണെങ്കിലും മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് Biot-Savart law ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. So from Biot-Savart law, vector B of vector R is equal to mu naught by 4 pi
volume integral vector j of vector r prime cross unit vector r by r square into d tau prime. This is equation number 1. This result is obtained from Biot-Savart law. So here, this is equation number 1. So in this case, B is a function of R or x, y, z. Vector J is a function of primed coordinates x prime, y prime, z prime. And vector, this is equation number 2 എന്ന് കൊടുക്കുക. ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ബി എന്ന് പറയുന്നത് എക്സിനെയും വൈനെയും സെഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ജെ എന്ന് പറയുന്നത് എക്സ് പ്രൈമിനെയും വൈ പ്രൈമിനെയും സെഡ് പ്രൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ കറണ്ട് ഡെൻസിറ്റി പ്രൈമഡ് കോർഡിനേറ്റ്സിനെയും മാഗ്നറ്റിക് ഫീൽഡ് അൺപ്രൈമഡ് കോർഡിനേറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇവിടെ ഇൻ്റഗ്രേഷൻ നടക്കുന്നത് പ്രൈമഡ് കോർഡിനേറ്റ്സിലാണ് ഇൻ്റഗ്രേഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ നമുക്ക് that means here the integration is taking place. Here integration is over the primed coordinates. Clear? Then I want to find out del dot B, divergence of B. എനിക്ക് കണ്ടുപിടിക്കണം divergence of B. കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു റീജിയൻ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് R, ഇവിടെ ഒരു വോളിയം എലമെൻറ്റ് ഡി ടോ പ്രൈം എടുത്തു. ഈ പോയിന്റ് P ഇവിടത്തെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് വൈ സെഡ്, പോയിന്റ് എക്സ് വൈ സെഡ്, ഈ പോയിന്റ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം. So what is del dot B? Del dot B is equal to mu naught by 4 pi volume integral del dot vector j of r prime cross unit vector r by r square into d tau. Okay, so this is equation number 3. ഇത് del dot രണ്ട് ക്വാണ്ടിറ്റികളുടെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് റൂൾ പ്രകാരം, പ്രോഡക്റ്റ് റൂളിൽ നിങ്ങൾ ഇങ്ങനൊരു കാര്യം പഠിച്ചിട്ടുണ്ടോ, ഡെൽ ഡോട്ട് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് വെക്റ്റർ ബി ഡോട്ട് ഡെൽ ക്രോസ് വെക്റ്റർ എ മൈനസ് വെക്റ്റർ എ ഡോട്ട് ഡെൽ ക്രോസ് ബി. ഇവിടെ ബിക്ക് പകരം നമുക്ക് ഡെൽ ഡോട്ട് വെക്റ്റർ ജെ ഓഫ് ആർ പ്രൈം ക്രോസ് യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഡോട്ട് ഡെൽ ക്രോസ് വെക്റ്റർ ജെ ഓഫ് ആർ പ്രൈം മൈനസ് വെക്റ്റർ ജെ ഓഫ് ആർ പ്രൈം dot del cross unit vector r by r square. Clear? This is equation number 4. ഇവിടെ j എന്ന് പറയുന്നത് it is a function of j is a function of x y z. del എന്ന് പറഞ്ഞ x prime y prime z prime. del എന്ന് പറയുന്നത് I into dou by dou x plus j into dou by dou y plus k into dou by dou z. ഇതാണ് del എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ. del is a function of unprimed coordinates. j is a function of primed coordinates. അതുകൊണ്ട് തന്നെ del cross j എന്ന് പറയുന്നത് 0 വരും. It is ഡെൽ ക്രോസ് എടുക്കുമ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഡെൽ എന്ന് പറയുന്നത് ജെക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെൽ ക്രോസ് ജെ 0 വരും.
this result is 0. The unit vector r by r square ആണ്. യൂണിറ്റ് വെക്ടർ വെക്ടർ ആർ എന്ന് പറയുന്നത് എക്സ് ഇങ്ങനെ വരും. വെക്ടർ ആർ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് പ്രൈം ഐ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം ജെ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം കെ എന്ന് വരും. ഡെൽ ഡോട്ട് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് സിംപ്ലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഗ്രിഫിത്തിലെ പ്രോബ്ലം 1.62 1.62 പ്രോബ്ലം, തേർഡ് എഡിഷൻ, ഡേവിഡ് ജെ ഗ്രിഫിത്ത്. ഇത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഡെൽ ഡോട്ട് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ ഇക്വേഷൻ നമ്പർ 4 ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും 0 ആയിട്ട് മാറും. സോ ദ റിസൾട്ട് വിൽ ബി 0. That means del dot vector B is equal to 0. The divergence of magnetic field is 0. What is its significance? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Del dot vector B is equal to 0. That means magnetic field is divergenceless. ഡൈവേർജ് ചെയ്യുന്നില്ല, തീരെ ഡൈവേർജ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് എന്ന് പറയുന്നത് 0 അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ചാർജാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരും. ഒരു പോയിന്റ് ചാർജിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പറയുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെയാണ് പോസിറ്റീവ് ചാർജിൽ നെഗറ്റീവ് ചാർജിലേക്ക് ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡൈവർജൻസ് 0. ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സോഴ്സസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളാണ്, ചാർജസ് ആണ്. അതേ രൂപത്തിലൊരു ചാർജസ് നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ പറയാൻ പറ്റില്ല. there will be no magnetic charges similar to electric charges. There will not be any magnetic charges similar to electric field, electrostatics. In magnetostatics. In electrostatics you can see positive and negative charges. Such a description is not possible in magnetostatics. Okay, so that more you can magnetism നിങ്ങൾ മാഗ്നറ്റിക് ഡൈപോളിനെ കുറിച്ചാണ് പറയുക. So no magnetic dipoles exist. നിങ്ങളൊരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് നോർത്ത് പോളും സൗത്ത് പോളും ഇങ്ങനെയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു മോണോപോൾ മാത്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മോണോപോൾ, ഒരു മാഗ്നറ്റിക് നോർത്ത് പോൾ മാത്രമായിട്ടുള്ള എൻറ്റിറ്റി ഉണ്ടാവില്ല. മാഗ്നറ്റിക് സൗത്ത് പോൾ മാത്രമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടാവില്ല. സപ്പോസ് യു കട്ട് എ ബാർ മാഗ്നറ്റ്, then again it will generate one then again these two magnets will become two different magnets with having
നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. രണ്ട് മാഗ്നറ്റ്സിലും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് മോണോപോളിനെ മാത്രമായിട്ട് നിലനിർത്താൻ പറ്റില്ല. അതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡൈവർജ് ചെയ്യുന്നില്ല എന്നുള്ള, ഡൈവർജൻസ് ലെസ് ആണെന്നുള്ള റെപ്രസെൻറ്റേഷൻ. ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ ഫോം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇൻറ്റഗ്രൽ ഫോം എഴുതുമ്പോൾ നിങ്ങൾ വോളിയം ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഡൽ ഡോട്ട് ബി, ഒരു വോളിയം എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡൽ ഡോട്ട് ബി ഡി ടോസ് ഇക്വൽ ടു 0 എന്ന് എഴുതാം. സോ യു ജസ്റ്റ് അപ്ലൈ ഗോസസ് ഡൈവർജൻസ് തിയറം. ദെൻ ആ വോള്യത്തിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർഫസ് ബി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ഇത് ഡിഫറൻഷ്യൽ ഫോമും ഡൈവർജൻസിൻ്റെ ഡിഫറൻഷ്യൽ ഫോമും, ഇത് ഇൻറ്റഗ്രൽ ഫോമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗോസസ് ലോ പ്രകാരം ഇലക്ട്രോസ്റ്റാറ്റിക്സ് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പലപ്പോഴും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഗോസസ് തിയറം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ. ഞാൻ ജസ്റ്റ് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഡൈവർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേൾ ഓഫ് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡാണ്. So with this I am going to stop this session and we will continue the session in the next class.